കാക്കക ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി. വിവിധ വിഷയങ്ങളിൽ പ്രമുഖരാണ് പ്രഭാഷണം നടത്തിയത്. 19-ന് വൈകിട്ട് ഫെസ്റ്റിവലിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ക്യാപിറ്റൽ മീഡിയയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിൽ നടക്കുന്ന കാക്കക ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങളും സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഫെസ്റ്റിലെ തൂവാനം വേദിയിൽ വിവിധ സെഷനുകളിലായി പ്രമുഖർ പങ്കെടുത്ത പ്രഭാഷണങ്ങൾ നടത്തി. സംവാദവും നടന്നു. സാഹിത്യകാരൻ കെ സുധാകരൻ, ഡോക്ടർ വിനീത വിജയൻ, ഇർഷാദ്, പത്മരാജന്റെ മകൻ അനന്തപത്മനാഭൻ, TD രാമകൃഷ്ണൻ, R ഇന്ദുലേഖ, BK ഹരിനാരായണൻ, സജിലക്ഷ്മി, രാജേന്ദ്രൻ എടത്തിങ്കര, JP ജയലാൽ, MD രാജേന്ദ്രൻ എന്നിവരാണ് വിവിധ സെഷനുകളിൽ വ്യത്യസ്തങ്ങളായ പരിപാടികളിൽ പങ്കെടുത്തത്. കഥാകാരനെ അനന്തപത്മനാഭൻ എന്ന കഥാകൃത്ത് എങ്ങനെ കാണുന്നു? എനിക്ക് പലപ്പോഴും വിസ്മയം തോന്നിച്ചിട്ടുള്ളത് അച്ഛൻ്റെ ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള കർമ്മരംഗം ചെറുകഥയായിരുന്നു. അച്ഛന് ബാക്കി എല്ലാ മേഖലകളിലും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മികച്ച തിരക്കഥാകൃത്ത് 4 തവണ സംസ്ഥാന അവാർഡ്, അന്തർദേശീയ അവാർഡ് കോലാലംപൂരിൽ ഫയൽവാന് കിട്ടി. പിന്നെ 2 തവണ സിനിമ മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള പെരുവഴി അമ്പലത്തിനും തിങ്കളാഴ്ച നല്ല ദിവസം. അപ്പോൾ ബാക്കി പ്രവർത്തിച്ച എല്ലാ മേഖലകളിലും നോവലിന് ആദ്യത്തെ നോവല് തന്നെ കേരള സാഹിത്യ അക്കാദമി, അത് ഒരിക്കൽ മാത്രമേ ഒരാൾക്ക് കിട്ടുള്ളൂ, ഒരു പ്രത്യേക വിഭാഗത്തിൽ. പക്ഷെ അച്ഛന് ഒരിക്കലും കിട്ടാതെ പോയ, എന്നാൽ അച്ഛന് ആദ്യം കിട്ടേണ്ടിയിരുന്നത് ചെറുകഥയ്ക്കാണെന്ന് ഞാൻ പറയുള്ളൂ. ആ ചെറുകഥയുടെ ഒരു കൈത്തഴക്കം അല്ലെങ്കിൽ കൈയൊതുക്കം തന്നെയാണ് സിനിമകളിലും പ്രതിഫലിച്ച് കണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛൻ മോർ ഓഫ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ദാൻ നോവലിസ്റ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അച്ഛന് ഒരിക്കലും ഒരു പുരസ്കാരം കിട്ടാതെ പോയത് ഈ 120 കഥകൾ എഴുതിയ മനുഷ്യനെ കഥാകൃത്ത് എന്നുള്ള രീതിയിൽ എല്ലാവരും തിരിച്ചറിയുകയും ഇഷ്ടപ്പെടുകയും പ്രമുഖ ആനുകാലികങ്ങളുടെ ഫ്രണ്ട് പേജിൽ വളരെ മുമ്പ്, ഞാൻ ഓർക്കുന്ന 67-68 നന്മകളുടെ സൂര്യൻ വരുന്ന മലയാള നാടിൻ്റെ കവർ പത്മരാജനാണ്, താടിയില്ലാത്ത പത്മരാജനാണ്. 19-ന് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സമാപിക്കും. സമാപന ദിവസം രാവിലെ 10-ന് ടൗൺ ക്ലബിലെ വേദിയിൽ GR ഇന്ദുഗോപൻ, ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ, PJ ആന്റണി, ഡോക്ടർ TR ഹാഷ്മി, പ്രദീപ് ചുക്ലി, B ജ്യോതിലാൽ, രാകേഷ് സത്യൻ, S കലീഷ്, സ്മിത ശൈലേഷ്, K ഇന്ദുലേഖ, VS അജിത, സ്മിത സിഹിഗിൽ, രാജേന്ദ്രൻ കുറ്റൂർ, TS ആശാദേവി, മധുപാൽ എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തും. വൈകിട്ട് സ്വപ്ന C കോമ്പത്തിന്റെ സാറ ജോസഫുമായി സംഭാഷണം. ടൗൺ ക്ലബിലെ 2ാമത്തെ വേദിയിൽ രാവിലെ 10 മുതൽ V സുരേഷ് കുമാർ, മഞ്ജു സാം, വിനോദ് കൃഷ്ണ, VK സുധീർ കുമാർ, നൌഷാദ്, സുമേഷ്, സരുൺ പുൽപ്പള്ളി, അനിൽ വേഗ, AP ശ്രുതി, കുരീപ്പുഴ ശ്രീകുമാർ, P മോഹൻകുമാർ, ഡോക്ടർ ആസാദ്, ഷിബു S വൈനകത്ത, AV സന്തോഷ് കുമാർ, സൂര്യ സുരേഷ്, ചെറുനീയൂർ ജയപ്രസാദ്, രാജേഷ് ശർമ്മ, ജയചന്ദ്രൻ ലങ്കത്ത് എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തും. 19-ന് വൈകിട്ട് 6:30-ന് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ വേദിയിൽ സാറ ജോസഫ്, മുൻമന്ത്രി PK ഗുരുദാസൻ, ഗായകൻ G വേണുഗോപാൽ എന്നിവർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അജയമാനുള്ളപ്പോൾ അജയമാനായിരുന്നു കൂടെ. വേണിച്ചേട്ടൻ പറയുന്നത്, വേണിച്ചേട്ടനുള്ളപ്പോൾ ക്യാമറമാൻ വേണിച്ചേട്ടനാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. കറിയാച്ചൻ, അതായത് പ്രേംപ്രകാശ്, അദ്ദേഹം പറയുന്നത് എപ്പോഴും ഞാനും പപ്പനും ഒരു റൂമിലായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, അച്ഛൻ ഒറ്റയ്ക്ക് ഒരു മുറി കിടക്കാൻ ഭയങ്കര പേടിയായിരുന്നു പോലും. എന്ന് മാത്രമല്ല, പൂട്ടരുത്, വാതിൽ പൂട്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു മൃതിഭയമാണ്. ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും സംഭവിച്ചാലോ, എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ, അത് എന്തുകൊണ്ടാണ് എന്നറിയില്ല. അപ്പോൾ വെളിച്ചേട്ടൻ പറഞ്ഞ വാക്കാണ് ഇത്. കായികമായ ധൈര്യമാണ് മറ്റത്, പക്ഷെ ആത്മധൈര്യം കുറവായിരുന്നു. അത് ഉള്ളിൽ എവിടെയോ ഈ മൃതിഭയം ഉള്ളത് കൊണ്ട് പുള്ളി എപ്പോഴും ഒരിക്കൽ കോടത്ത് എഴുതാൻ ചെന്ന സമയത്ത് ഇവരുടെ കോമൺ സുഹൃത്തായ ചാക്കോച്ചൻ പറഞ്ഞിട്ട്, ചാക്കോച്ചനെയൊക്കെ അറിയാം, സുഷമാൻറ്റിക്കൊക്കെ അറിയാം, ഒരിക്കൽ വേണിച്ചേട്ടൻ അവിടെ കിടക്കാൻ പറഞ്ഞു രാത്രി എഴുതിക്കൊണ്ടിരുന്ന സമയത്ത്. ഏതോ തിരക്കഥയുടെ സമയത്താണ്. അപ്പോൾ വേണിച്ചേട്ടൻ പറ്റത്തില്ല, പുള്ളിക്ക് ഒന്ന് ഫുട്ബോൾ കാണണം, അന്ന് വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അവിടെ നിന്ന് കിട്ടത്തില്ല. പുള്ളി അവിടെ നിന്ന് പറിച്ചുകാടിങ്ങി വന്നു കഴിഞ്ഞപ്പം ചാക്കോച്ചൻ വിളിച്ചു പറഞ്ഞു, അയ്യോ അങ്ങനെ ചെയ്യല്ലേ, അത് പ്രശ്നം ഇതാണ്, പുള്ളിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്, അതുകൊണ്ട് വേറെ അവിടെ കിടക്കേണ്ടിയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളിക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.